ഹായ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് മൈസൂരിലേക്കുള്ള ഈ വർഷത്തെ ബാച്ചിലർ ഓഫ് എന്താണ് നമ്മുടെ സ്പീച്ച് തെറാപ്പി ഓഡിയോളജി കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് നിങ്ങൾ നോട്ടിഫൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പൊ നീറ്റ് 2025 അല്ലെങ്കിൽ നീറ്റിന് എക്സാം എഴുതിയവരുടെ ഒരു സിലബസ് പാറ്റേണിലുള്ള ഒരു പരീക്ഷ തന്നെയാണ് ശരിക്കും AISH നടത്തുന്ന പരീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ പ്രധാനമായിട്ടും ഈ എക്സാം നോട്ടിഫിക്കേഷൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. സോ AIISH-Mysore.in എന്നതാണ് വെബ്സൈറ്റ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് എന്താണ് സ്പീച്ച് തെറാപ്പി ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂർ എന്നോ അല്ലെങ്കിൽ AIISH മൈസൂർ എന്നോ കൊടുത്താൽ അവിടെ നിങ്ങളുടെ അഡ്മിഷൻ എന്ന് പറഞ്ഞ ഒരു വിൻഡോയിലേക്ക് അവർ റീറഡാക്ട് ചെയ്യും. സോ റീറഡാക്ട് ചെയ്ത് പോകുമ്പോൾ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ നോട്ടിഫിക്കേഷൻസ് പ്രധാനമായിട്ടുള്ള കാര്യം പറയാം. അവിടെ MSc കോഴ്സുകളുണ്ട്, അതായത് PG കോഴ്സുകളുണ്ട്, ഡിപ്ലോമ കോഴ്സുകളുണ്ട്, UG കോഴ്സുകളുണ്ട്. സോ നീറ്റിന്റെ ബേസിൽ പഠിച്ചവർക്ക് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് BASLP കോഴ്സ് ആണ്. അതായത് ബാച്ചുലർ കോഴ്സ്, അതായത് ഡിഗ്രി കോഴ്സ് ആണ് ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്ന് പറയും. അതാണ് നിങ്ങളുടെ കോഴ്സ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കോഴ്സിന്റെ പ്രധാനപ്പെട്ട പേര് ബാച്ചുലർ ഓഫ് ASLP എന്ന് പറയും. ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്നാണ് പറയുക. അപ്പൊ ജനറലി എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, നിങ്ങൾ ഹോസ്പിറ്റൽസ് ഒക്കെ കണ്ടാണ് ഓഡിയോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോസ്റ്റുകൾ ഉണ്ട്. അതായത് കേൾവിശേഷി കുറഞ്ഞ ഉള്ള ആൾക്കാരെ പരിശീലിപ്പിക്കുന്നത്, അതായത് ഏറ്റവും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ നിങ്ങളെ പഠിച്ച് അതിനെക്കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സയന്റിഫിക് മെത്തേഡിൽ അവരെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ പരിശീലിപ്പിക്കുന്ന ആൾക്കാരായിരിക്കും ഓഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. എല്ലാ ഹോസ്പിറ്റൽസിലും ഓഡിയോളജിസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ ഒരു ഓഡിയോളജി പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഓഡിയോളജിസ്റ്റ് പോസ്റ്റിലേക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾക്ക് AISH വഴി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുക. മൈസൂരിലാണ് AIISHന്റെ ക്യാമ്പസ് വരുന്നത്. അപ്പം ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയിലേക്കുള്ള ടോട്ടൽ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 80 സീറ്റുകളാണ്. ഓൺലൈൻ എൻട്രൻസ് എക്സാം വഴിയാണ് ശരിക്കും ഇവർ അഡ്മിഷൻ എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അവിടെ നിങ്ങൾ നോക്കുക, നിങ്ങൾ പ്രധാനമായിട്ടും ഓൺലൈൻ ആപ്ലിക്കേഷൻ, ഓഫ്ലൈൻ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓഫ്ലൈൻ ആപ്ലിക്കേഷൻസ് കോമൺ ആയിട്ട് BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, MN സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അതൊക്കെ ഡിഗ്രി വേണ്ട കോഴ്സുകളാണ് ശരിക്കും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കോഴ്സ് ഇത് തന്നെയാണ്, ബാച്ചുലർ കോഴ്സസ് ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. സോ ആപ്ലിക്കേഷൻ ഡേറ്റ് ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. 5th മാർച്ചിന് ഓപ്പൺ ആയ കോഴ്സ് ആയിരുന്നു. അത് ഇപ്പൊ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഈ വരുന്ന മെയ് 15 ഇത് കംപ്ലീറ്റ് ആകും. ഓൾറെഡി ഇത് ഓപ്പൺ ആയി കുറച്ചു നാളായിരുന്നു. ഈ വരുന്ന മെയ് 15 ഇത് കംപ്ലീറ്റ് ആകും. ഇൻ കേസ് ആരും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻ കേസ് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എൻട്രൻസ് എക്സാം ആയിരിക്കും. ഈ വരുന്ന മെയ് 28 ശരിക്കും ഈ എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1625 രൂപയാണ് ജനറലിനും OBCക്കും. SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1225 രൂപയുമായിരിക്കും നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഈ വരുന്ന 15 വരെയാണ് ശരിക്കും അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ഷുഡ് അപ്ലൈ അല്ലെങ്കിൽ യു കുഡ് അപ്ലൈ. നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓഡിയോളജി കോഴ്സാണ് ശരിക്കും ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു എക്സാം പാറ്റേണിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും നോക്കാം. അതിന് മുമ്പ് നമുക്ക് എന്തായാലും ആ കോഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ആ കോഴ്സിന്റെ ഒരു കണ്ടന്റ് എന്താണ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈസൂരിലാണ് ശരിക്കും ആ കോഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അവിടെ നിങ്ങൾ നോക്കുന്നത് ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പിയാണ്. 4 വർഷത്തേക്കാണ് നിങ്ങളുടെ കോഴ്സ് ഉള്ളത്. 4 വർഷത്തിൽ അവിടെ ടോട്ടൽ 80 സീറ്റുകളാണുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മാസം 800 രൂപ സ്റ്റൈപ്പൻഡും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പെർ മന്ത് ഫെലോഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ കോഴ്സിന്റെ പീരീഡിൽ. അതും അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ നോക്കാം. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോസ്പെക്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ നോക്കാം, ബാച്ചുലർ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുന്നുണ്ട്. അവിടെ ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ആണ്. മൈസൂർ യൂണിവേഴ്സിറ്റിയിലാണ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. 4 വർഷം 6 സെമസ്റ്ററും 1 വർഷം, ദാറ്റ് ഈസ് 3 വർഷത്തെ സെമസ്റ്ററും, അതായത് 3 വർഷം സെമസ്റ്റർ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ കൂടെ 1 വർഷത്തെ ഇന്റേൺഷിപ്പും ആയിരിക്കും. ഇന്റേൺഷിപ്പിലൂടെയാണ് നിങ്ങൾ കൂടുതലായിട്ടും ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സ്കിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പഠിച്ചിറങ്ങാൻ സാധിക്കും. 80 സീറ്റുകളാണ് മൊത്തം ഉള്ളത്. സ്കോപ്പ് ഓഫ് ദ പ്രോഗ്രാം അവർ പറയുന്നുണ്ട്. സ്റ്റുഡൻസ് ആർ ട്രെയിൻഡ് ഇൻ ഇവാലുവേഷൻ, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ്. അല്ലെ, കമ്മ്യൂണിക്കേഷൻ ഡിസോർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ട്രെയിനിങ്, അങ്ങനെയുള്ള അവരുടെ ഇതിനെ അത് നിങ്ങൾക്ക് ട്രെയിനിങ് നൽകുകയാണ് ശരിക്കും എന്ത് ചെയ്യുക അവർ ചെയ്യുന്നത്. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുക. ഇവിടെ നോക്കുക, ഹോസ്പിറ്റൽസ്, ക്ലിനിക്കൽ സെറ്റപ്പ്, ഇൻഡസ്ട്രീസ്, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്കൂളുകളിലൊക്കെ സ്ക്രീൻ ചെയ്യാനും ഇവാലുവേറ്റും ഡയഗ്നോസ് ചെയ്യാനും
ഒരു അതിന്റെ സിവിയറിറ്റി, കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സിന്റെ സിവിയറിറ്റി അതൊക്കെ നിങ്ങൾക്ക് ഓഡിയോളജിസ്റ്റ് ആയിട്ടൊക്കെ ഡിഗ്രി ഹോൾഡേഴ്സ് വിൽ ഫംഗ്ഷൻസ് ആസ് ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് എന്നാണ്. അപ്പൊ അങ്ങനെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ശരിക്കും ഇതിലൂടെ കിട്ടുക. അഡ്മിഷൻ എലിജിബിലിറ്റിയിൽ പറയുന്നത് നീറ്റിന് അതേ അഡ്മിഷൻ എലിജിബിലിറ്റി തന്നെയാണ്. അതായത് നിങ്ങൾ 10+2 സ്കീമിൽ പഠിച്ചിട്ടുള്ളവരായിരിക്കണം, 50% മിനിമം മാർക്ക് ഒബ്റ്റെയിൻ ചെയ്തവരായിരിക്കണം, നിങ്ങൾ PCMB ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഗ്രൂപ്പ് പഠിച്ചവരായിരിക്കണം, അതേപോലെ തന്നെ ഇതായിട്ടുള്ളവരായിരിക്കണം. അതേപോലെ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഒള്ളി ദോസ് ഈ പറഞ്ഞല്ലോ PCMB എന്ന് പറഞ്ഞല്ലോ, അതിൽ ഈ പറഞ്ഞ സബ്ജക്ട്സിൽ 3 എണ്ണമെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് പറയാം. PCMB എന്ന് ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ സബ്ജക്ട്സിൽ ഈ പറഞ്ഞ എത്രയും നിങ്ങൾ മിനിമം 3 എണ്ണമെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതൊന്ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, സൈക്കോളജി, ഇത്രയും സബ്ജക്ട്സുകളിൽ നിങ്ങൾ ഒരു മിനിമം 3 സബ്ജക്ട്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അവിടെ ഫിസിക്സും കെമിസ്ട്രിയും മസ്റ്റ് ആണ് എക്സാം എഴുതാൻ. ആ ഒരു കാര്യം കൂടെ പറയണം കേട്ടോ. ഇവിടെ മോഡ് ഓഫ് സെലക്ഷൻ അവർ പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് എൻട്രൻസ് എക്സാമിലൂടെയാണ് ഇവിടെ സെലക്ഷൻ വരുന്നത്. അവിടെ ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം ഫിസിക്സും കെമിസ്ട്രിയും മസ്റ്റ് ആണ്. ഫിസിക്സും കെമിസ്ട്രിയും മസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ മാത്സ് അല്ലെങ്കിൽ ബയോളജി ചൂസ് ചെയ്യാം. PCM അല്ലെങ്കിൽ PCB എന്ന രീതിയിലാണ് ഓൺലൈൻ എക്സാം വരിക. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ അതിനുള്ള ഇതുണ്ടായിരിക്കും. ഇത് നമ്മുടെ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. കാറ്റഗറിയിൽ മൊത്തം 80 സീറ്റുകളാണ് ശരിക്കും നിങ്ങൾക്ക് അവിടെ ലഭ്യമാവുക. ഇനി നമുക്ക് അവിടുത്തെ ഒരു ഫീസ് സ്ട്രക്ചറും കൂടെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമല്ലോ. അപ്പൊ സ്റ്റൈപ്പന്റെ കാര്യമൊക്കെ പറയുന്നത് ഇവിടെ കണ്ടോ, 10 മാസത്തെ സ്റ്റുഡൻസ് അഡ്മിറ്റഡ് ടു BACS ASLP program at AISH will be given a stipend of 800 per month for 10 months in a year in the first 3 years. ആദ്യത്തെ 3 വർഷത്തില് 10 മാസത്തോളം നിങ്ങൾക്ക് 800 രൂപ ഓരോ മാസം വെച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ സ്റ്റൈഫൻഡ് ഡ്യൂറിംഗ് ഇന്റേൺഷിപ്പ് പോസ്റ്റിംഗ് 4ാമത്തെ വർഷത്തിലാണ് ഇന്റേൺഷിപ്പ് പോസ്റ്റിംഗ് ഉള്ളത്. ആ സമയത്ത് നിങ്ങളുടെ സ്റ്റൈഫൻഡ് നിങ്ങൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ 6000 പെർ മന്ത് ആയിരിക്കും. അതർ സ്റ്റേറ്റ് ആണെങ്കിൽ 5000 പെർ മന്ത് ആയിരിക്കും. ഇനി നമുക്ക് അവിടുത്തെ ഫീസ് സ്ട്രക്ചർ നോക്കാം. ജനറൽ കാറ്റഗറി എന്ന് തന്നെ പറയാം. ജനറൽ കാറ്റഗറി ആദ്യത്തെ വർഷം 24,701 ആണ് നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ്. സെക്കൻഡ്, തേർഡ് ഇയറിൽ ഫീസ് കുറെ 18,951 ആണ്. ഇന്റേൺഷിപ്പിന്റെ നിങ്ങൾക്ക് അടയ്ക്കേണ്ട ഫീസ് 19,572 അപ്പൊ ഇതാണ് അവിടുത്തെ ഫീ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞപ്പോൾ മറക്കരുത്. ഈ വരുന്ന മെയ് 15-ാം തീയതി വരെ മാത്രമാണ് രജിസ്ട്രേഷൻ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. ആൻഡ് ഫൈനലി ലീഫ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ആ എക്സാം നമ്മുടെ എൻട്രൻസ് എക്സാമിന് 28-ാം തീയതി നടക്കുന്ന എൻട്രൻസ് എക്സാമിന്റെ ഒരു ഓർഡർ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ PCM അല്ലെങ്കിൽ PCB ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. അപ്പൊ അവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയാണ്. മൊത്തം 150 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഫിസിക്സിൽ നിന്ന് 50 ചോദ്യങ്ങൾ, കെമിസ്ട്രിയിൽ 50 ചോദ്യങ്ങൾ, ബയോളജി ഓർ മാത്സിൽ നിന്നും 50 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുക. ക്വസ്റ്റ്യൻ ലെവൽ ഈസിയാണ് ശരിക്കും. ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അത്യാവശ്യം ഈസി ആയിട്ടുള്ള നീറ്റൊക്കെ പഠിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണത്. അപ്പൊ ഓരോ ചോദ്യത്തിനും 1 മിനിറ്റ് വെച്ച് 150 മിനിറ്റ് കൊണ്ട് 150 ചോദ്യങ്ങൾ എന്ന രീതിയിലാണ്. അപ്പൊ അത്രയും ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഈസി എക്സാം ആണ് ശരിക്കും ഈ കാണുന്നത്. അപ്പം അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന 1 മാർക്ക് കിട്ടും. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വിട്ടാലോ അത് നെഗറ്റീവായിട്ട് മാർക്ക് ചെയ്താലോ അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നിങ്ങൾ കറക്റ്റ് ആക്കിയാൽ 1 മാർക്ക് കിട്ടും എന്നതാണ് ശരിക്കും വരിക. അതനുസരിച്ച് ഒരു റാങ്ക് പട്ടിക അവർ ക്രിയേറ്റ് ചെയ്യും. അതനുസരിച്ചാണ് നിങ്ങളെ അവിടെ വിളിക്കുക. സോ ഇത്രയുമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഞാനൊരു പരീക്ഷേന്റെ ഒരു പാറ്റേൺ കൂടെ കാണിച്ചിട്ട് ഒരു ഓൺലൈൻ എക്സാം ഇവർ നടത്തിയ ഒരു ഓൺലൈൻ എക്സാമിലെ എങ്ങനെയാണ് പരീക്ഷ നോക്കിയ ഒരു ചോദ്യം ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ 0.06900 എന്നാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അടുത്ത ചോദ്യം, ദ റേഡിയസ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം ഈസ് 0.5 ആംസ്ട്രോം. ടോട്ടൽ അറ്റോമിക് വോളിയം ഇൻ മീറ്റർ ക്യൂബ് മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം നോക്കിയേ, എ ബുള്ളറ്റ് ഫയർഡ് ഇൻടു ഫിക്സഡ് ടാർഗറ്റ് ലോസസ് half of its velocity after penetrating a distance of 3 cm. How much further it will penetrate before coming to rest system that faces constant position. നമ്മുടെ റിട്ടാർഡേഷൻ വെച്ചിട്ടുള്ള സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ചോദ്യമാണ്. അപ്പം ഇങ്ങനെ നമ്മൾ റാൻഡം ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു എളുപ്പമുള്ള ചോദ്യം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമുക്ക് ബോഡി ഓഫ് മാസ് 2 kg ട്രാവൽസ് അക്കോർഡിംഗ് ടു ഇവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബോഡി. ഇതൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പക്ക ഈസി എക്സാം എന്നല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ചെയ്ത് പഠിച്ച ടൈപ്പ് ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഇത് മാക്സിമം ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പാറ്റേണിലാണ് ശരിക്കും നിങ്ങളുടെ ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ PYQs ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് പോയി പരീക്ഷ എഴുതുന്നത് നല്ലതായിരിക്കും. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിന് എന്താണ് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.